ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ലഞ്ച് ബോക്സ് പാക്കിംഗ് വീഡിയോ കണ്ടാലോ. വേറെ ആർക്കുമല്ല, ചേട്ടനാണ്, എൻ്റെ ഹസ്ബൻഡിനാണ്. അപ്പോൾ ദിവസം ഞാൻ മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചേട്ടന് ചോറ് പൊതിഞ്ഞ് കൊടുക്കുക, അതായത് ചോറ് ആക്കി കൊടുക്കുക. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് റെഡിയാക്കിയെന്ന് നമുക്ക് നോക്കാം. ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, പിന്നെ വൻപയറും മത്തങ്ങയും കൂടി വെച്ചൊരു എരിശ്ശേരി ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ വാഴയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എടുത്ത് വാഴയില വെട്ടാനില്ലാണ്ടായപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഒരു ചോറ്റുപാത്രം വാങ്ങി. പിന്നെ അന്ന് തൊട്ട് ചോറ്റുപാത്രത്തിലാട്ടോ കൊണ്ടുപോകുന്നത്. അപ്പം മത്തങ്ങയും വൻപയറും കൂടി വെച്ചൊരു എരിശ്ശേരി ഉണ്ടായിരുന്നു, ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും വൻപയറും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു ഓലൻ ഉണ്ടായിരുന്നു. ഇവിടെ ഓലൻ എന്നാണ് പറയുന്നത്, ചിലയിടത്ത് ഇസ്റ്റു എന്ന് പറയും, പലയിടത്തും പല പേരാണ്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ തലേദിവസം വറുത്ത കുഞ്ഞുമത്തി ഉണ്ടല്ലോ, ഇപ്പോൾ അതിൻ്റെ സീസണാണല്ലോ, അപ്പോൾ കൊച്ചുമത്തി 2-3 വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 സവാള ഒന്ന് കടിക്കാനായിട്ട് അതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് ചോറ്റുപാത്രം എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം വലിയ ചോറ്റുപാത്രമാണ്. ചോറ് ഒത്തിരി വേണ്ട, പക്ഷേ പുള്ളിക്ക് കൈയിട്ട് ഇങ്ങനെ കുഴച്ചുണ്ടാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ളൊരു പാത്രം വേണമെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഈ ഒരു വലിയ പാത്രം. അപ്പോൾ അതുകൊണ്ട് ചോറ് ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കി കുറച്ച് അത്യാവശ്യം വേണ്ട ചോറ് വെച്ചിട്ട് ഇത്തിരി നാരങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ തീർന്നു, നാരങ്ങ അച്ചാർ, നമ്മുടെ മൈ നെയിം ഈസ് ഷാൻ ജിയോ എന്നും പറഞ്ഞിട്ടൊരു ചേട്ടൻ്റെ യൂട്യൂബ് ചാനലുണ്ടല്ലോ, ആ ചേട്ടൻ്റെ വീഡിയോ നോക്കിയിട്ട് വെച്ച അച്ചാർ, നല്ല അടിപൊളി അച്ചാർ കേട്ടോ. അപ്പം നാരങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട്. പിന്നെ ആ കറിപ്പാത്രം ഉണ്ടല്ലോ, എരിശ്ശേരിയും തോരനും രണ്ടും ഞാനിങ്ങനെ ആ പാത്രത്തിൽ തന്നെ ചോറ്റുപാത്രത്തിൽ തന്നെ വയ്ക്കും. അപ്പോൾ അത്യാവശ്യം സ്പേസൊക്കെ ഫില്ലാവും. എന്നിട്ട് ചോറടയ്ക്കും. അങ്ങനെ നമ്മുടെ ചോറ്റുപാത്രം റെഡിയായി. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.